എല്ലാവർക്കും നമസ്കാരം. വിചാരണയുടെ മറ്റൊരു അധ്യായമാണ്. പറഞ്ഞു പോയ വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക എന്നത് അരോചകമാണ്. അത് കേൾക്കാൻ വലിയ പ്രയാസമുണ്ടാക്കും. പക്ഷേ പറയാതിരിക്കുക സാധ്യമല്ല. കാരണം കേരളം വരാനുള്ള നമ്മുടെ ഭാവി ജീവിതത്തിൽ വലിയൊരു ദുരന്തത്തെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. ആ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ അണിയറയിൽ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ വിഷയങ്ങൾ തന്നെ വിവിധ വിഷയങ്ങളോടനുബന്ധമായി വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. പ്രേക്ഷകർ ക്ഷമയോടുകൂടി അത് കേൾക്കാൻ തയ്യാറാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ പള്ളുരുത്തി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നത് മറക്കാനുള്ള സമയമായിട്ടില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ അലയൊലികൾ ഉണ്ടാക്കിയ ആ വിഷയം ഇന്ന് ചിന്തിക്കുമ്പോൾ അത്രയേറെ പ്രകമ്പനമുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ, അതിനു മാത്രമുള്ള വിഷയങ്ങളൊക്കെ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. സത്യത്തിൽ ആ വിഷയത്തിൽ ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തെന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് ജൂൺ മാസത്തിലാണ് സാധാരണഗതിയിൽ സ്കൂളുകളൊക്കെ തുറക്കുന്നത്. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. മാസം 4 കഴിഞ്ഞു. ഈ 4 മാസത്തിനിടയിൽ അതുവരെ ഒരു ദിവസവും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ഹിജാബിൻ്റെ അഭ്യാസം ആ പെൺകുട്ടിയും അവരുടെ രക്ഷിതാക്കളും അതിന് ആസൂത്രണം കൊടുത്ത ആളുകളും ആ സ്കൂളിനകത്ത് അരങ്ങേറ്റി എന്നത് സത്യമാണെങ്കിൽ അത് കേവലം ഒരു ഹിജാബിൻ്റെ വിഷയമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. കാരണം മതപരമായ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് അത്തരമൊരു ഹിജാബിൻ്റെ വിഷയം അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ആ സ്കൂളിൻ്റെ നിബന്ധനകളുമായി ജൂൺ മാസത്തിൽ തന്നെ ഒരു കാരണവശാലും ആ കുടുംബം പൊരുത്തപ്പെട്ടു പോകില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട 145 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറെയും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്കൊന്നും അവരുടെ കുടുംബത്തിനൊന്നും ഉണ്ടാവാത്ത അത്യധികം ആവേശകരമായ മതത്തോടുള്ള ആ സമീപനം ഈ ഒക്ടോബർ മാസത്തിൽ ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അതിന് പിന്തുണ അറിയിച്ച ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിൽ അതിനകത്ത് വലിയൊരു ആസൂത്രിത നീക്കം നടന്നിട്ടുണ്ട്. ആ നീക്കത്തിന് പിന്നിൽ മറ്റെന്തോ അജണ്ടയാണ്. ആ അജണ്ട ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ ഈ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു ദുരന്തം തന്നെ നമ്മയൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ പറയുന്നത് കൊച്ചിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ആ കാര്യം മാത്രമല്ല, അതോടനുബന്ധമായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നടക്കുന്ന മറ്റ് വിഷയങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ പള്ളുരുത്തി സ്കൂളിലെ വിഷയം പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഇറാനിലേക്ക് പോകാം. ആയത്തുല്ല അൽ ഖൊമേനിയുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിൽ ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന രാജ്യമാണ് ഇറാൻ. അവിടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, വലിയ രീതിയിലുള്ള അക്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രക്ഷോഭകർക്ക് നേരെ ഉണ്ടായത് അത്ര എളുപ്പത്തിൽ നമുക്ക് മറക്കാൻ കഴിയുന്ന വിഷയമല്ല. അവിടെ മഹ്സ അമീനി എന്ന 22-കാരി പെൺകുട്ടി, അവൾ ശിരോവസ്ത്രം ധരിച്ചിരുന്നു. പക്ഷെ ധരിച്ച ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് ഏതാനും മുടിയിഴകൾ പൊതുസമൂഹത്തിൽ കാണാനാവുന്ന തരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇറാനിലെ മതകാര്യ പോലീസ് അവളെ അതിഭീകരമായി മർദ്ദിച്ചത്. ആ മർദ്ദനത്തിനിടയിൽ അവൾ കൊല്ലപ്പെട്ടു. മഹ്സ അമീനി മതപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് നാം കൂട്ടിയിണക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നൊമ്പരമായി ഇന്നും അവശേഷിക്കുകയാണ്. അതിനുശേഷം ഇറാനിലുണ്ടായ പ്രതിഷേധ പരമ്പര, യുവതീ യുവാക്കൾ 10,000-കണക്കിന് ആളുകൾ നേതൃത്വം കൊടുത്ത പ്രക്ഷോഭം, അതൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ ഇപ്പോഴും അങ്ങനെ
ഒരു തിരശീലയിൽ കാണുന്നത് പോലെ നാം അത് കാണുന്നുണ്ട്. ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇറാനിലും ടെഹ്റാനിലുമായി വിവിധ ഭാഗങ്ങളിൽ ഒത്തുചേർന്ന് തങ്ങളുടെ തലയിലെ ശിരോവസ്ത്രം കൂട്ടിയിട്ട് തീ കൊളുത്തി കത്തിച്ച ചിത്രം ഇവിടെ മുമ്പിലുണ്ട്. നടക്കുന്നത് ഇന്ത്യയിലല്ല, ഇറാനിലാണ്. ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്ത് അവിടെ ജീവിക്കുന്ന ആളുകൾ ഇത്രയേറെ അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളായിരുന്നു അന്ന് നാം കണ്ടുപോയത്. അതോടനുബന്ധിച്ച് ഏതാണ്ട് 14,000-15,000 വരുന്ന യുവതി യുവാക്കളെ ആയത്തുല്ല ഖൊമേനിയുടെ ഗവൺമെൻറ്, ആ മതഭരണകൂടം ജയിലിലാക്കി. അവരിപ്പോഴും, അതിൽ പല ആളുകളും ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അന്വേഷിക്കാനുള്ള അവകാശം പോലും ഇറാൻ എന്ന ആ മതരാജ്യത്തില്ല. ഏതാണ്ട് 250ഓളം യുവതി യുവാക്കളെ ആയത്തുല്ല ഖൊമേനിയുടെ മതകാര്യ പോലീസ് ആ കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്തു. മതകാര്യ പോലീസിന്റെ ഭീകരമർദ്ദനത്തിൽ കണക്കിൽപ്പെടാത്ത എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്നും ജീവച്ഛവമായി ജീവിക്കുന്നു. അവരിൽ തന്നെ പലരും മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും, അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും, തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അത്രയേറെ ഭീകരമായ ഒരു മതഭരണകൂടം. ഈ പെൺകുട്ടികൾ ഹിജാബിനെതിരെ നടത്തിയ ആ സമരത്തിന് പിന്തുണ കൊടുത്തതിൻ്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരെ ഈ മതകാര്യ പോലീസ് ഭീകരമായ മർദ്ദനത്തിന് ശേഷം ശരീഅത്ത് നിയമപ്രകാരമുള്ള വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇതൊക്കെ നടന്നുപോയത് ഇറാനിലാണ്. അവിടെ കാലം പിന്നെയും കുറേ മുന്നോട്ട് പോയി. 2021-22 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പോയത്. ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഇറാനിൽ ആയത്തുല്ല ഖൊമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന അലി ഷംഖാനിയുടെ മകളുടെ വിവാഹമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ലോകത്താകമാനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ആ വിവാഹത്തിൻ്റെ വീഡിയോ. അലി ഷംഖാനിയുടെ മകൾ ഒരു യൂറോപ്യൻ രാജ്യത്തിലെ പൗരൻ എന്ന പോലെ തൻ്റെ നഗ്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ കാണിച്ചുകൊണ്ട്, തലമുടി മാത്രമല്ല, മാറിടം മാത്രമല്ല, അങ്ങനെ കാണിച്ചുകൊണ്ട് വരനോടൊപ്പം വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന ബന്ധുക്കളോടും മറ്റുള്ള ആളുകളോടുമൊപ്പം വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന വീഡിയോ, അതിൻ്റെ ചിത്രങ്ങൾ. ഏതാണ് ഈ സംസ്കാരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തോട്, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ തീവ്ര സമീപനം കാണിക്കുന്ന ആളുകളോട് എത്രയോ നാളുകൾക്ക് മുമ്പേ നാം ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും അത് ചോദിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ ഈ വർഗീയ ഭീകരവാദികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇനി എത്ര കാലമെടുക്കും എന്നുള്ളൊരു ചോദ്യമെങ്കിലും നാം ചോദിക്കണ്ടേ? അത് വരും എന്നുള്ളത് തന്നെയല്ലേ നാം ഇപ്പോൾ നോക്കി നിന്ന് കാണേണ്ടത്. ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഇറാനിൽ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ജനാധിപത്യ രാജ്യമായ കേരളത്തിൻ്റെ തെക്കേ മൂലയിൽ കിടക്കുന്ന ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൈകാര്യം ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ചോദ്യമാണല്ലോ നാം ഉയർത്തേണ്ടത്. ആ ചോദ്യം ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖവുരയിലൂടെ കടന്നുപോയത്. ഒരു തലയിലെ ശിരോവസ്ത്രമാണ് പ്രശ്നം. മറ്റ് സാമൂഹിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കേരളം പോലെ അതിമനോഹരമായ രീതിയിൽ ആളുകൾ സാമൂഹ്യ ജീവികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇതൊരു ദുരന്ത ഭൂമിയാക്കി വർഗീയ കലാപത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുപോകാൻ ആരാണ് കേരളത്തിൽ ഇത്രയേറെ ഉത്സാഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർത്തുന്നതോടൊപ്പം തന്നെ അത് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ചില ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതിന് നാം സർക്കാർ എന്ന് പേരിട്ട് വിളിക്കും. ഈ പള്ളുരുത്തി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ സ്വീകരിച്ച സമീപനം തികച്ചും ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമല്ലേ നമ്മുടെ സർക്കാർ സ്വീകരിച്ച സമീപനം? ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ പറയേണ്ടിയിരുന്ന കാര്യങ്ങളാണോ അദ്ദേഹം അവിടെ പറഞ്ഞു പോയത്? ഒരു പഠനമുറിയിൽ ഏത് മതത്തിന്, എന്ത് മതത്തിനാണ് പ്രസക്തി? ജനാധിപത്യവും ഭരണഘടനാപരവുമായ അവകാശങ്ങൾ
കേവലം ഒരു മതത്തിൻ്റെ കാര്യമാക്കി മാത്രം ചുരുക്കുമ്പോൾ ഇതര മതസ്ഥരുടെ അവകാശങ്ങളും പൊതുസമൂഹത്തിൻ്റെ അവകാശങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു? പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് 4ാമത്തെ മാസമായ ഈ ഒക്ടോബർ മാസം ഇത്തരമൊരു വിഷയമുണ്ടായതിന് പിന്നിൽ പ്രവർത്തിച്ചത് SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, അധ്യാപികമാർ ഒക്കെ ആയിട്ടുള്ള കന്യാസ്ത്രീകളാണ്. കൊച്ചി രൂപതയുടെ കീഴിലുള്ള സ്കൂളാണ്. കൊച്ചി രൂപതയും പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞു. സർക്കാർ അനങ്ങിയില്ല. കേരളത്തിലെ ഇസ്ലാമിക ജനവിഭാഗങ്ങളുടെ മൊത്തം അവകാശ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഈ അവസരത്തിൽ അനുമാനിക്കാൻ. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളായ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കുത്തക അവകാശം SDPI എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുക. അത് യാഥാർത്ഥ്യമല്ല എന്ന് പറയേണ്ടത് ഈ പറഞ്ഞുപോയ രണ്ട് മുന്നണികളുമാണ്. അവർക്കത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യമെടുക്കൂ. UDFിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രബലമായൊരു വിഭാഗമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് 1-2 സീറ്റിന് മുമ്പിൽ കയറി, അല്ലെങ്കിൽ 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ കോൺഗ്രസുമായി അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വിലപേശാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മതപ്പാർട്ടി. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലെവലിൽ ഇനി ആ പാർട്ടി അറിയപ്പെടരുത് എന്ന് പറയാൻ അവർ തന്നെയാണ് കാരണം. അവർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. KM ഷാജി എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരൻ, ആ നേതാവ്, MLA, അയാൾ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതും കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കേണ്ടതും മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യമാണ്, മുസ്ലിം സമുദായത്തിനു വേണ്ടിയാകണം എന്നാണ്. പച്ചവർഗീയതയാണ്. ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളായി ജീവിക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിക സമുദായത്തിനു വേണ്ടി പണിയെടുക്കണം എന്നാണ് KM ഷാജി പറഞ്ഞു പോയത്. അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു നേതാവ് ഇപ്പോൾ രാജ്യസഭാ മെമ്പറാണ് ET മുഹമ്മദ് ബഷീർ. മുമ്പ് UDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുന്നു, കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് താടി വളർത്താനുള്ള അവകാശം കൊടുക്കണം. പോലീസ് സേനയ്ക്കല്ല, പോലീസ് സേനയിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് താടി വളർത്താനുള്ള അവകാശം കൊടുക്കണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സമീപകാലത്ത് അധികാരത്തിൽ വന്നാൽ അങ്ങനെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നാണ് ET മുഹമ്മദ് ബഷീർ പറയുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല? ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതപാർട്ടികൾ, മതപ്രസ്ഥാനങ്ങളൊക്കെ SDPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ മുന്നണി സംവിധാനത്തിന് ഏത് വിധേനയും അധികാരം കിട്ടി, അതിൻ്റെ ഒരു എച്ചിൽ കഷ്ണമെങ്കിലും കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോയത് എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾക്ക് കുടപിടിക്കുകയും ചൂട്ടുപിടിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലമാണ്. ഇപ്പോൾ മിണ്ടാൻ സാധിക്കുന്നില്ല. മിണ്ടിയാൽ വോട്ട് പോകും, അധികാരം പോകും. ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളിടത്താണ് മറ്റൊരു പ്രശ്നം. ആ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോകും. അപ്പോൾ കിട്ടുന്നെങ്കിലായിക്കോട്ടെ എന്ന് കരുതി പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റ് നേതാക്കളും ഇടതുപക്ഷത്തിൻ്റെ മറ്റ് നേതാക്കളുമൊന്നും ഇത്തരം പ്രതികരണങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. കാരണം അപ്പുറം കിട്ടാത്ത വോട്ട് ഇപ്പുറം കിട്ടുമെങ്കിൽ 3-ാം ഘട്ടത്തിൽ ഭരണം കിട്ടും. അപ്പോൾ ഭരണം, അധികാരം, അഴിമതി, ഈ ഘടകങ്ങൾക്ക് വേണ്ടി ആശയം മാത്രമല്ല ആമാശയവും സ്വന്തം തലച്ചോറും വരെ ഈ വർഗീയവാദികൾക്ക് മുമ്പിൽ ഈ വർഗീയ വിഭജനം നടത്തുന്ന ആളുകളുടെ ആസനത്തിൽ കൊണ്ടുപോയി പണയം വെച്ചു പോയ രണ്ട് രാഷ്ട്രീയ മുന്നണികൾ, അവരാണ് കേരളത്തെ ഇന്നീ കാണുന്ന നിലവാരത്തിലെ ഈ തകർച്ചയിലേക്ക്, സാംസ്കാരികമായ ഉന്മൂലനാശത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ അണികളും അനുഭാവികളായി നിൽക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകൾ വളരെ ഗുരുതരമായ രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത് മരിച്ചു പോകുക എന്നുള്ളതിനപ്പുറം നിങ്ങൾക്കിത് ചർച്ച ചെയ്യാൻ മറ്റൊരു അവസരമുണ്ടാകില്ല.
1921 കലാപകാലം പോലെ മറ്റൊരു കലാപം നിങ്ങളെ കാത്ത് തൊട്ടു മുമ്പിൽ ഇതാ പെരുവഴിയിൽ കാത്തിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ ഘടകങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചു പോകുന്നത്. അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളം ഇന്നിപ്പോൾ. രാഷ്ട്രീയവും മതവും, ഇസ്ലാം മതവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും കൂടി കൂട്ടിക്കുഴച്ച് സമ്മിശ്രമായ ഒരു സംവിധാനമാക്കി മാറ്റി. അത് അറിഞ്ഞ ആളുകളൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല. അവർക്കത് പറയാൻ ധൈര്യമില്ല, തൻ്റെ ഇടമില്ല. 10,000-കണക്കിന് ആളുകൾ ഹിജാബിനെതിരെ പ്രതിഷേധം നടത്തിയ ഇറാനിലെ ശരീഅത്ത് നിയമത്തിനെതിരെ ആക്രമണം നടത്തിയ, ആ സർക്കാരിനെതിരെ ആക്രമണം നടത്തിയ ഒരു സമൂഹം തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് വിഷയം ഉണ്ടായപ്പോൾ പ്രതികരിക്കാൻ ഒരു ഉറുമ്പ് പോലുമില്ല എന്നുള്ളിടത്താണ് ഈ വിഷയങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ബോധം SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കക്ഷത്ത് കൊണ്ടുപോയി പണയം വെച്ചു പോയോ? പറയാൻ ആരുമില്ലേ? സാംസ്കാരിക നായകരില്ലേ? ആരുമില്ലേ? എല്ലാവരും ഉണ്ട്. ചില ആളുകളൊക്കെ സമീപകാലത്ത് രംഗത്ത് വന്നു. അവരൊക്കെ വന്നത് സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കാൻ അനുമതി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രഹസ്യ അജണ്ട മറ്റൊന്നുണ്ട്. കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വളരെ സാവധാനത്തിൽ BJP രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭയപ്പാട് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഈ കന്യാസ്ത്രീകൾക്കെതിരായി നിരന്തരമായി ഈ വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ആക്രമണം കാണുമ്പോൾ അതിലപ്പുറം നമുക്കൊന്നും തോന്നുകയില്ല. അപ്പോൾ ഇറാനിലെ 22-കാരി പെൺകുട്ടി മഹ്സ അമീനിയെ പോലെ ഏകാധിപതി തുലയട്ടെ, അയത്തുല്ല ഖുമൈനി തുലയട്ടെ എന്ന് വിളിച്ചു പറയാൻ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ കേരളത്തിൽ പുതിയ താരോദയങ്ങൾ ഉണ്ടാവണം. പക്ഷേ അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. കാരണം സാമൂഹിക മാധ്യമങ്ങളൊക്കെ നാം വിശകലനം ചെയ്തു പോകുമ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചില വേദികളിലൊക്കെ വെച്ച് ചില പെൺകുട്ടികളോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്ക് രാജ്യമാണോ വലുത്? നിങ്ങൾക്ക് മതമാണോ വലുത്? നിങ്ങൾക്ക് വിദ്യാഭ്യാസമാണോ വലുത്? അതിനൊക്കെ ഉത്തരം, ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മതമാണ് വലുത്. ആ രീതിയിലേക്ക് ഒരു വിഭാഗത്തെ കേരളത്തിൽ വളർത്തിയെടുത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കി നിർത്തി പറ്റുമെങ്കിൽ ഒരു വർഗീയ വിഭജനം തന്നെ ഉണ്ടാക്കി അതേറ്റുപാടി അതേറ്റു ചൊല്ലി അതിൻ്റെ അനന്തരഫലമായി കിട്ടുന്ന വോട്ടുകൾ ശേഖരിച്ച് ഭരണം പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഈ ഇടതു വലതു മുന്നണികൾ കേരളത്തിൻ്റെ ഒരു ശാപമായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് പോകേണ്ടി വന്നത്. ഇത് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹം KM ഷാജിയെയും ET മുഹമ്മദ് ബഷീറിനെയും പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കളെയും SDPI ആണ് പള്ളുരുത്തി സ്കൂളിലെ വിവാദത്തിന് പിന്നിൽ എന്ന് പ്രസ്താവിച്ച ആ പ്രിൻസിപ്പലിൻ്റെ മൊഴി സത്യമാണെങ്കിൽ ആ SDPIയുടെ നേതൃത്വത്തെയും ഇതെല്ലാം കൂടി ഒന്ന് സങ്കലനം ചെയ്ത് നോക്കിയാൽ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടണം. ബാക്കിയുള്ളതൊക്കെ സ്വയം വിശകലനത്തിലൂടെ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.